നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെയും പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വെറും വീഡിയോ അല്ല. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ തടസ്സങ്ങളെയും, അത് സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, കടബാധ്യതകളാകട്ടെ, അല്ലെങ്കിൽ ബന്ധങ്ങളിലെ വിള്ളലുകളാകട്ടെ, അവയെല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ രഹസ്യമാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, എത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം കാര്യങ്ങളൊന്നും ശരിയാവാത്തത്? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തലേ ദിവസത്തെ അഴുക്ക് പാത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു അടുക്കളയിൽ നിന്നും നിങ്ങൾക്ക് നല്ല രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ആദ്യം ആ അടുക്കള വൃത്തിയാക്കണം. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പഴയ സങ്കടങ്ങൾ, പരാജയഭീതി, മറ്റുള്ളവരോടുള്ള ദേഷ്യം, പണമില്ലായ്മയെക്കുറിച്ചുള്ള പേടി എന്നിവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ അഴുക്ക് പാത്രങ്ങൾ പോലെ കിടക്കുകയാണ്. ഈ അഴുക്കുകൾ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താലും ഫലം കിട്ടില്ല. ഈ മനസ്സിനെ ക്ലീൻ ചെയ്യാനുള്ള ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ഹവായൻ രഹസ്യമാണ് ഹോപോനോപോനോ. ഇതൊരു വെറും പ്രാർത്ഥനയല്ല, നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാനുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഡോക്ടർ ഹ്യൂലൻ എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഭ്രാന്താശുപത്രിയിലെ ഏറ്റവും അപകടകാരികളായ രോഗികളെ അവരെ നേരിട്ട് കാണുക പോലും ചെയ്യാതെ അദ്ദേഹം സുഖപ്പെടുത്തി. അദ്ദേഹം മരുന്നുകളല്ല ഉപയോഗിച്ചത്, മറിച്ച് തൻ്റെ ഓഫീസിലിരുന്ന് അവരുടെ ഫയലുകൾ നോക്കി വെറും 4 വരികൾ ആത്മാർത്ഥമായി ആവർത്തിച്ചു പറഞ്ഞു. ആ 4 അത്ഭുത വാക്കുകൾ ഇതാണ്: ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫർഗിവ് മീ, ദയവായി എനിക്ക് മാപ്പ് നൽകൂ. താങ്ക് യു, നന്ദി. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാരോടാണ് പറയേണ്ടത്? നിങ്ങളെ വേദനിപ്പിച്ചവരോടാണോ? അല്ല, ഇത് നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സിനോടും പ്രപഞ്ചശക്തിയോടുമാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അത് പണത്തിന്റെ ബുദ്ധിമുട്ടാകട്ടെ, ആരോഗ്യമില്ലായ്മ ആകട്ടെ, 100% ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നേക്കാം. അവൻ എന്നെ ചതിച്ചതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ സുഹൃത്തെ, പുറത്ത് നടക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ പ്രതിഫലനം മാത്രമാണ്. പണമില്ലാത്തതല്ല യഥാർത്ഥ പ്രശ്നം, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടിയാണ്. കടങ്ങളെ ഓർത്ത് പേടിക്കുമ്പോഴോ, പണമില്ല എന്ന് സങ്കടപ്പെടുമ്പോഴോ നിങ്ങൾ പറയുക, എൻ്റെ ഉള്ളിലെ ഏത് ചിന്തയാണോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അതിന് ഞാൻ ഉത്തരവാദിത്വം ഏൽക്കുന്നു. ഐ എം സോറി, പ്ലീസ് ഫർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. പണത്തെ തടയുന്ന ആ ബ്ലോക്ക് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തും. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് അവരോട് ദേഷ്യപ്പെടുന്നു. അവരുടെ കണ്ണാടി മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതയാണ് അവരിലൂടെ പുറത്തു വരുന്നത്. അവരെ നോക്കി മനസ്സിൽ ഈ 4 വാക്കുകൾ പറയുക. നിങ്ങൾ ഉള്ളിലിരുന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തുള്ള വ്യക്തിയുടെ സ്വഭാവം മാറുന്നത് നിങ്ങൾക്ക് അത്ഭുതത്തോടെ കാണാൻ കഴിയും. ഇത് വെറും ഒരു പാട്ട് പോലെ വേഗത്തിൽ പറഞ്ഞു പോയാൽ ഗുണമുണ്ടാകില്ല. ഐ എം സോറി എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ ഈ നെഗറ്റീവ് ചിന്തകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഫീൽ വേണം. പ്ലീസ് ഫർഗിവ് മീ എന്ന് പറയുമ്പോൾ എന്നെ ശുദ്ധീകരിക്കണേ എന്ന അപേക്ഷ വേണം. താങ്ക് യു എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം എനിക്ക് ക്ലീൻ ചെയ്യാനൊരു അവസരം നൽകിയതിന് പ്രപഞ്ചത്തോട് വലിയൊരു നന്ദി തോന്നുന്നു.
ഐ ലവ് യു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെയും ഈ പ്രശ്നത്തെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന തോന്നലുണ്ടാകും. പ്രശ്നത്തോട് ദേഷ്യപ്പെടുമ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിക്കും. എന്നാൽ സ്നേഹിക്കുമ്പോൾ അത് ഉരുകി ഇല്ലാതാകും. ഇന്ന് ഞാൻ സക്സസ് മന്ത്രയിലൂടെ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് നൽകുകയാണ്. ദ 21 ഡേ മിറാക്കിൾ ചാലഞ്ച്. ഇനിയുള്ള 21 ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും അതുപോലെ പകൽ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദേഷ്യമോ സങ്കടമോ വരുന്നോ അപ്പോഴെല്ലാം ഈ 4 വാക്കുകൾ മനസ്സിൽ ആത്മാർത്ഥമായി പറയുക. നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്കുകൾ ഡിലീറ്റ് ആയി കഴിയുമ്പോൾ പ്രപഞ്ചം നേരിട്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകും, പുതിയ വഴികൾ തുറന്നു തരും. ഈ 21 ദിവസത്തെ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഐ അക്സെപ്റ്റ് ദ ചാലഞ്ച് എന്ന് പോസിറ്റീവായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ ഉറച്ച തീരുമാനം പ്രപഞ്ചം കാണട്ടെ. ഇനി വരും ദിവസങ്ങളിൽ ഈ ഹോ ഒപ്പോനോപോനോ മന്ത്രം ആരോഗ്യത്തിന് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടി, പണത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന മെഡിറ്റേഷൻ, പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഉള്ളിൽ വലിയൊരു അത്ഭുത വിളക്കുണ്ട്. അതിലെ പൊടി ഒന്ന് തുടച്ചു മാറ്റിയാൽ മതി, നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടമായി മാറും. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.